യാണ്. ഇന്നലെ വിപണിക്ക് ഓപ്പൺ ഗെയിൻസ് നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിപണി ഓപ്പണിംഗ് ഗെയിൻസ് നിലനിർത്താതെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം യു എസ് മാർക്കറ്റുകളിലേക്ക്. അമേരിക്കൻ ഓഹരി വിപണികൾ വ്യാഴാഴ്ച കനത്ത ഇടിവിലേക്ക് മാറി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് മുൻനിര കമ്പനിയായിട്ടുള്ള എൻവിഡിയയുടെ ഫലങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് ഇൻവെസ്റ്റേഴ്സിന് തൃപ്തികരമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇന്നലെ ഓഹരി ഏകദേശം 5% ഇടിവാണ് ഉണ്ടാക്കിയത്. ഇന്നലെ യു എസിൽ ടെക്, കമ്മ്യൂണിക്കേഷൻ സർവീസസ് സെക്ടറുകളാണ് കൂടുതലായി ഇടിഞ്ഞത്. എന്നാൽ ബാങ്കിംഗ് ഓഹരികൾ ഇന്നലെ അവിടെ നേട്ടമുണ്ടാക്കിയിരുന്നു. എന്നാൽ യു എസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം പോസിറ്റീവ് തന്നെയായിരുന്നു. ഇൻഫോസിസ് 3% മുകളിൽ ഉയർന്നു. വിപ്രോ 2% നേട്ടം. യൂറോപ്യൻ വിപണികൾ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.29% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് വലിയ ഇടിവിലാണ്, 2% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇടിവിൽ തന്നെയാണ്. 25,555 എന്ന നിലയിൽ 110 പോയിന്റ്സ് ഇടിഞ്ഞു.